ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ചേന വറുത്തെടുത്തുണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും വളരെ നല്ലതാണ്. നമ്മുടെ കൈകളിലുള്ള ചേരുവ കൊണ്ട് മാത്രമാണ് ഇതുണ്ടാക്കുന്നത്. രുചി കൂട്ടാൻ നമ്മുടെ കൈകളിലുള്ള 2 പൊടിക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 400 ഗ്രാം ചേന ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ചേന ക്ലീൻ ചെയ്തെടുത്തപ്പോൾ 400 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെറിയ ഡൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചേന കഷ്ണങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേനക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേന കഷ്ണങ്ങളിൽ നല്ലതുപോലെ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ ചേന കഷ്ണങ്ങളിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരും. അതിനു മുൻപ് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യണം. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിൽ നല്ലതുപോലെ ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ചേന നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല ശബ്ദമൊക്കെ കേൾക്കും. നല്ലതുപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിയണം. ഉപ്പേരി വറുക്കുന്നത് പോലെ തന്നെ ഇതും വറുക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ചേന വറുത്തത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. കുറച്ച് മുളക് പൊടിയൊക്കെ തൂകിയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കുറച്ച് കായപ്പൊടിയൊക്കെ തൂകിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ചേന വറുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാനിലുള്ള എണ്ണ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് ഉപയോഗിക്കാം. ചേന നല്ല കിലുകില ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുഴിവുള്ള പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പാൻ മാറ്റേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് സവാളയൊക്കെ നല്ല നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ സവാളയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, സെയിം അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കസ്കസ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കുക. ഇപ്പം മസാലപ്പൊടികൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുത്ത തക്കാളി അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയുമായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ചേനയിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തതാണ്. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഈ മസാലയുമായി ചേന കഷ്ണങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് തേങ്ങ അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഞാനത് നല്ലതുപോലെ കുറച്ച് വെള്ളത്തിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേനയിൽ അരപ്പ് നല്ലതുപോലെ പൊതിഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും അരച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം തേങ്ങ അരപ്പ് ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക്
1 കപ്പ് വെള്ളവും കൂടി ചേർക്കുക. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ചേന കഷ്ണങ്ങളിൽ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ പിടിക്കും. അടച്ചു വയ്ക്കാതെ തുറന്നു വെച്ച് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പും മധുരമൊക്കെ നല്ലതുപോലെ ഗ്രേവിയിൽ പിടിച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 പൊടിക്കൈകൾ. ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മണവും രുചിയുമാണ്. ഇത് ചേർത്തില്ലെങ്കിലും നല്ലതാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ചേന ഉപ്പേരി മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതൊരു കറി മാത്രം മതി. വേറെ കറികളൊന്നും ഇല്ലാതെ നമുക്ക് എത്ര വേണേലും ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.